നമസ്കാരം. എല്ലാവർക്കും ഭദ്രേ നാരായണയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത് അത്യന്തം വിശിഷ്ടമായ ഒരു ദേവോപാസനയെക്കുറിച്ചാണ്. അതിനു മുൻപായി ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. സന്താന ഗോപാലാർച്ചന പലപ്പോഴും അമ്പലങ്ങളുടെ വഴിപാടുകളുടെ ലിസ്റ്റിൽ കാണുന്ന ഒരു വഴിപാടാണ് ഇത്. എന്താണ് സന്താന ഗോപാലാർച്ചന? സന്താന ഗോപാലൻ എന്ന് പറയുന്നത് ശ്രീകൃഷ്ണന്റെ ശിശുരൂപമാണ്. സന്താനം അഭിലഷിക്കുന്ന ദമ്പതികൾക്കായി ഏറ്റവും പ്രാധാന്യമുള്ള പൂജാവിധിയാണ് സന്താന ഗോപാലാർച്ചന. ഭാഗവതത്തിൽ ശ്രീകൃഷ്ണന്റെ ബാല്യരൂപമായ ഗോപാല സ്വരൂപം അത്യന്തം ദിവ്യമായതും സൗമ്യമായതുമാണ്. ഈ രൂപത്തിൽ ഭക്തിപൂർവം പൂജിക്കുന്നവർക്ക് സന്താനലാഭം, സന്താന സൗഭാഗ്യം എന്നിവ ലഭിക്കും എന്ന് പുരാണങ്ങളിലും ആചാര്യരുടെ വ്യാഖ്യാനങ്ങളിലും പറയുന്നു. പുത്രസൗഭാഗ്യം മാത്രമല്ല, കുടുംബത്തിൽ സന്തോഷവും ഐശ്വര്യവും വർദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ദമ്പതികൾക്ക് സന്താനലാഭം മാത്രമല്ല, ആരോഗ്യവും ദീർഘായുസ്സും കുടുംബത്തിൽ ഐക്യവും സമൃദ്ധിയും നൽകുന്ന ദൈവസ്വരൂപമാണ് സന്താന ഗോപാലൻ. മാതാവ് കുഞ്ഞിനെ കയ്യിൽ ചേർത്ത് വയ്ക്കുന്നത് പോലെ ഭഗവാൻ ഗോപാലൻ ഭക്തരെ തൻ്റെ കരങ്ങളിലെടുത്ത് സംരക്ഷിക്കുന്നു എന്ന് പറയുന്നു. വിശ്വാസത്തോടെ ചെയ്യുന്ന സന്താന ഗോപാല പൂജ അവിശ്വാസവും വിഷാദവും നീക്കി ജീവിതത്തിൽ പ്രതീക്ഷയും ആത്മവിശ്വാസവും നൽകുന്നു. സന്താന ഗോപാല അർച്ചന സാധാരണയായി ക്ഷേത്രങ്ങളിൽ പ്രത്യേക ദിവസങ്ങളിലും ഭക്തർ ആഗ്രഹിക്കുന്ന സമയത്തും നടത്താറുണ്ട്. ഓം ദേവകീസുത ഗോവിന്ദ വാസുദേവ ജഗത്പതേ ദേഹിമേം തനയം കൃഷ്ണ ത്വാമഹം ശരണം ഗതഃ എന്നത് സന്താന ഗോപാല മന്ത്രമാണ്. ഈ അർച്ചനയ്ക്കൊപ്പം സാധാരണയായി നടത്തുന്ന വഴിപാടുകൾ പാൽപായസം, വെണ്ണ, വാഴപ്പഴം, പുഷ്പാർച്ചന എന്നിവയാണ്. ഈ പൂജ വിവാഹിതരായെങ്കിലും സന്താന സൗഭാഗ്യമില്ലാത്തവർക്ക് ഏറ്റവും ഉചിതമാണെന്ന് പറയുന്നു. ഭക്തിപൂർവം 41 ദിവസം തുടർച്ചയായി മന്ത്രജപം നടത്തുകയോ ക്ഷേത്രങ്ങളിൽ സ്ഥിരമായി ഈ അർച്ചന സമർപ്പിക്കുകയോ ചെയ്താൽ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കും. കൂടാതെ മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ആരോഗ്യവും ദീർഘായുസ്സും ലഭിക്കുമെന്നാണ് വിശ്വാസം. അർച്ചന കഴിഞ്ഞാൽ ദമ്പതികൾക്കും കുടുംബാംഗങ്ങൾക്കും പ്രസാദം സ്വീകരിക്കുന്നത് ശുഭഫലമായി കരുതുന്നു. എല്ലാ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിലും ഈ വഴിപാടുകൾ നടത്തിവരാറുണ്ട്. ഭക്തിപൂർവം വിശ്വാസത്തോടെ നിഷ്കളങ്കമായ മനസ്സോടെ ചെയ്യുന്ന അർച്ചനയാണ് ദൈവാനുഗ്രഹത്തിന് വഴിയൊരുക്കുന്നത്. ഭഗവാൻ സന്താനഗോപാലന്റെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.